ഹലോ ഗൈസ്, ഞാൻ ഹബീബ്. ഞാൻ ബാദുഷ. വെൽക്കം ടു എച്ച് റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോകേഷ് കനകരാജിൻ്റെ യൂണിവേഴ്സിലെ മൂവിയായ ബെൻസ്. അതിൻ്റെ വില്ലൻ അല്ലേ ക്യാരക്ടർ ഇൻട്രോ ഒരു നിവിൻ. അപ്പോൾ അതിൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം, അതിന് ശേഷം ബാക്കി സംസാരിക്കാം. சொல்ல அவன் பெயர் என்ன சொன்ன? அவன் பேரு BENS. பென்ஸ். எஸ்எல் இந்த ஏபிசிடியில் கடைசியாக ஒரு இது வரும்ல, கோடு போட்ட மாதிரி. ஈசாட், BEN அந்த ஹெல்மெட்டுக்குள்ள இருக்கவ தலே சுமாட்ட வெட்டுற மாதிரி கசக்கன்னு வெட்டி கொல்ல போறது யாரு? Say my name. வால்டர். மாசலே மச்சானே. Dirty mind, beautiful heart, deadly combination. Love you, Walter. ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ സംഭവം. വെറൈറ്റി ലുക്ക് പിടിച്ചതിനുമ്പോൾ ഡബിൾ റോളാണോ കണ്ടിട്ട്, വല്ല ട്വിന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്വിൻസ് ആയിരിക്കാം ചിലപ്പോൾ. ഒരു ലുക്സ് ഒക്കെ വെറൈറ്റി ആയിട്ട്. പക്ഷെ ഇൻട്രോ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡ് സാരി ഒക്കെ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനത്തെ ടൈപ്പ് റോളാണോന്ന് അറിയില്ല. കുറച്ചുകൂടി ബൈസെക്ഷൽ പോലെയോ അല്ലെങ്കിൽ മറ്റേ പുഷ്പയിലെ കണ്ടല്ലോ സാരി എടുത്ത് അങ്ങനെ സെറ്റപ്പ് വല്ലതും ആണ്. കാരണം കയ്യിലും കുറേ സ്വർണ്ണം കിട്ടുക. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ലുക്ക് വൈസ് ആണെങ്കിലും നിബോളിയുടെ എന്തായാലും തമിഴിൽ ഒന്ന് ക്ലച്ച് പിടിച്ചായിരുന്നു ഒരു സമയത്ത്, പ്രേമം ഒക്കെ ഇറങ്ങിയ സമയത്ത്. പിന്നെ ഒന്ന് അടിയിൽ പോയി. പിന്നെ ഇപ്പോഴും തമിഴൊക്കെ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ പറയാം. മറ്റേ സിനിമ ഇറങ്ങിയില്ലായിരുന്നു ഒരു ട്രെയിനിലൊക്കെ ഉള്ള സിനിമ. അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഏഴുമല ഏഴുകടല ഏഴുമല. അതിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഒന്നും പിന്നെ വന്നില്ലായിരുന്നു. റോളക്സ് ഒക്കെ പോലെ കുറെ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ആ ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ തുടക്കണത് കണ്ടിട്ട് അതായിട്ട് കണക്ഷൻ ഉണ്ടോന്ന് അറിയില്ല. പേരല്ലേ സെയിം എന്നൊക്കെ. പിന്നെ പറയാൻ പറ്റില്ല ഇനി എക്സ്റ്റൻഡ് റോൾ ഉണ്ടാവോ അതോ ഇതിൽ തന്നെ മരിക്കുമെന്ന് അറിയില്ല, അത് പറയാൻ പറ്റില്ല. പക്ഷെ നിവിൻ പോളിന്ന് പറഞ്ഞ ആക്ടറെ കൊണ്ടുവന്നിട്ട് അവസാനത്തെ അങ്ങനെ പെട്ടെന്ന് തീർക്കും.
അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോ മറ്റേ ഇതില് തീർത്തില്ല വിജയ് സേതുപതിനെ വൃക്കത്തിലും മരിക്കുകയാണല്ലോ. അപ്പൊ പറയാൻ പറ്റൂല ഇപ്പൊ എങ്ങനെയാന്നൊക്കെ. പിന്നെ ചിലപ്പോ മരിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോ LCUല് വേറെ സീൻസിലൊക്കെ ചിലപ്പോ ബാക്ക് സ്റ്റോറിയിലൊക്കെ വരാം, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ലോറൻസ് നായകൻ. എന്തായാലും ഇനിയിപ്പോ എങ്ങനെയെന്ന് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അറിയുമ്പോൾ ഈ കൂലി ചിലപ്പോ യൂണിവേഴ്സ് ആയിരിക്കും. ഈ സ്വർണത്തിന്റെ കണ്ടിട്ട് കൂലിയുടെ കേസ് ഒന്നും അറിയാനും പാടില്ല. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് വേറെ ആളാണ്, ലോകേഷ് അല്ലല്ലോ. ചിലപ്പോ എനിക്ക് തോന്നുന്നു പല കഥകളും മിക്സ് ചെയ്തിട്ട് പല ഡയറക്ടേഴ്സിനെ ഏൽപ്പിക്കാനുള്ള പരിപാടി ആയിരിക്കും. എന്നാലും ബാക്കി അപ്ഡേറ്റ്സ് വരുമ്പോൾ അറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ. ഞാൻ LCU ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് വരെയാണ്. അപ്പൊ എന്തായാലും വീഡിയോ വേണ്ടപ്പോ വരെ. അപ്പൊ ഞങ്ങളൊന്ന് വീഡിയോ വേണ്ടപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.